നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 15-16 അധ്യായങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, കാട്ടിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്ന മുന്തിരിവള്ളിക്ക് മറ്റു മരത്തേക്കാൾ എന്ത് വിശേഷതയുള്ളൂ? വല്ല പണിക്കും പൊള്ളിപ്പാൻ അതിൽ നിന്ന് മരം എടുക്കാമോ? വല്ല സാധനവും തൂക്കിയിടേണ്ടതിന് അതുകൊണ്ട് ഒരാണി ഉണ്ടാക്കാമോ? അതിനെ തീക്ക് ഇരയായി കൊടുക്കുന്നു. തീ അതിൻ്റെ 2 അറ്റവും ദഹിപ്പിച്ചിരിക്കുന്നു, അതിൻ്റെ നടുമുറിയും വെന്തിരിക്കുന്നു. ഇനി അത് വല്ല പണിക്കും കൊള്ളുമോ? അത് മുഴുവനായിരുന്നപ്പോൾ തന്നെ ഒരു പണിക്കും കൊള്ളാതിരുന്നു. തീ അതിനെ ദഹിപ്പിക്കുകയും അത് ദഹിച്ചു പോവുകയും ചെയ്ത ശേഷം വല്ല പണിക്ക് കൊള്ളുമോ? അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: കാട്ടിലെ വൃക്ഷങ്ങളിൽ ഞാൻ തീക്കിരയാക്കി കൊടുത്ത മുന്തിരിവള്ളിയെപ്പോലെ ഞാൻ യെരൂശലേം നിവാസികളെയും ആക്കും. ഞാൻ അവർക്ക് വിരോധമായി മുഖം തിരിക്കും. അവർ തീയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു, എങ്കിലും അവർ തീക്ക് ഇരയായിത്തീരും. ഞാൻ അവർക്ക് വിരോധമായി മുഖം തിരിക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങളറിയും. അവർ ദ്രോഹം ചെയ്യുകൊണ്ട് ഞാൻ ദേശത്തെ ശൂന്യമാക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. 16-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ യെരൂശലേമിനോടും അതിന്റെ മ്ലേച്ഛതകളെ അറിയിച്ചു പറയേണ്ടത്: യഹോവയായ കർത്താവ് യെരൂശലേമിനോട് പ്രകാരം അരുളി ചെയ്യുന്നു: നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കനാൻ ദേശത്താകുന്നു. നിന്റെ അപ്പൻ അമോര്യനും അമ്മ ഹിത്യസ്ത്രീയും അത്രേ. നിന്റെ ജനന വസ്തുതയോ ജനിച്ച നാളിൽ നിന്റെ പൊക്കിൾ മുറിച്ചില്ല, നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെടിപ്പാക്കിയില്ല, ഉപ്പ് തേച്ച് തുണി ചുറ്റിയതുമില്ല. നിന്നോട് മനസ്സലിവ് തോന്നിയിട്ട് ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ ഒരു കണ്ണിനും നിന്നോട് കനിവുണ്ടായില്ല. നീ ജനിച്ച നാളിൽ നിന്നോട് വെറുപ്പ് തോന്നി, അതുകൊണ്ട് നിന്നെ വെളിമ്പ്രദേശത്ത് ഇട്ടുകളഞ്ഞു. എന്നാൽ ഞാൻ നിന്റെ സമീപത്തു കൂടി കടന്നു പോകുമ്പോൾ നീ രക്തത്തിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട്, നീ രക്തത്തിൽ കിടക്കുന്നു എങ്കിലും ജീവിക്ക എന്ന് കൽപ്പിച്ചു. അതെ, നീ രക്തത്തിൽ കിടക്കുന്നുവെങ്കിലും ജീവിക്ക എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു. വയലിലെ സസ്യം പോലെ ഞാൻ നിന്നെ പെരുകുമാറാക്കി. നീ വളർന്ന് വലിയവളായി അതിസൗന്ദര്യം പ്രാപിച്ചു. ഉന്നത സ്തനവും ദീർഘകേശവും ഉണ്ടായെങ്കിലും നീ നഗ്നയും അനാവൃതയുമായിരുന്നു. ഞാൻ നിന്റെ അരികെ കൂടി കടന്ന് നിന്നെ നോക്കിയപ്പോൾ നിനക്ക് പ്രേമത്തിന്റെ സമയമായി എന്ന് കണ്ടിട്ട് എന്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ച് നിന്റെ നഗ്നത മറച്ചു. ഞാൻ നിന്നോട് സത്യവും നിയമവും ചെയ്തു. നീ എനിക്കുള്ളവൾ ആയിത്തീർന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. പിന്നെ ഞാൻ നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് രക്തം കഴുകിക്കളഞ്ഞ് എണ്ണ പൂശി ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു. തഹശു തോൽ കൊണ്ടുള്ള ചെരിപ്പിടിപ്പിച്ചു. ക്ഷണപടം കൊണ്ട് ചുറ്റി പട്ടുപുതപ്പിച്ചു. ഞാൻ നിന്നെ ആഭരണം അണിയിച്ചു. നിന്റെ കൈക്ക് വളയും കഴുത്തിൽ മാലയും ഇട്ട് ഞാൻ നിന്റെ മൂക്കിന് മൂക്കുത്തിയും കാതിൽ കുണുക്കും ഇട്ടു. തലയിൽ ഭംഗിയുള്ള ഒരു കിരീടവും വെച്ചു. ഇങ്ങനെ പൊന്നും വെള്ളിയും അണിഞ്ഞ് നിന്റെ ഉടുപ്പ് ശണപടവും പട്ട് വിചിത്ര വസ്ത്രവുമായിരുന്നു. നീ നേരിയ മാവും തേനുവെണ്ണയും ഉപജീവിച്ചു. ഏറ്റവും സമ്പന്ന ഉള്ളവൾ ആയിത്തീർന്നു. നിനക്ക് രാജത്വവും സിദ്ധിച്ചു. ഞാൻ നിന്നെ അണിയിച്ച അലങ്കാരം കൊണ്ട് നിന്റെ സൗന്ദര്യം പരിപൂർണമായതിനാൽ നിന്റെ കീർത്തി ജാതികളിൽ പരന്നുവെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ച് നിന്റെ കീർത്തി ഹേതുവായി പരസംഗം ചെയ്തു വഴിപോകുന്ന ഏവന്റെയും മേൽ നിന്റെ പരസംഗം ചെലവഴിച്ചു. യെഹെസ്കേലിലെ 8 വാക്യങ്ങളുള്ള ഏറ്റവും ചെറിയ അധ്യായം 15-ഉം 63 വാക്യങ്ങളുള്ള ഏറ്റവും വലിയ അധ്യായം 16-മാണ്. അതാണ് നാം വായിച്ചത്. യെരൂശലേമിന് സംഭവിക്കാൻ പോകുന്ന ഉന്മൂലനാശവും അതിന് കാരണമായ പാപവുമാണ് 16-ാം അധ്യായം. ഒരു മുന്തിരിവള്ളി
ചുട്ടുകളയുന്ന ലാഘവത്തിൽ ദൈവം അതിനെ ശിക്ഷിക്കുന്നതിന്റെ മുഖപുരയാണ് 15-ാം അധ്യായം. പ്രസവ നേരത്ത് അപ്പനും അമ്മയും ഉപേക്ഷിച്ച് പോയതിനാൽ രക്തം പുരണ്ട് ആസന്ന മരണയായി കിടന്ന ഒരു പെൺകുട്ടിയെ ഒരു വഴിപോക്കൻ കോരിയെടുത്ത് രക്ഷിച്ച് വളർത്തി വലുതാക്കുന്നത് പോലെ ഇസ്രായേലിനെ ദൈവം ഉയർത്തിയെങ്കിലും ഒരു യുവതി തന്റെ ഭർത്താവിനെ ചതിച്ച് പരപുരുഷഗമനം നടത്തുന്നത് പോലെ ഇസ്രായേൽ പല രാജ്യങ്ങളിലെ വിഗ്രഹങ്ങളുമായി ചെങ്ങാത്തം കൂടിയ കാര്യമാണ് 16-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെ വാക്യങ്ങളിൽ ഉള്ളത്. 16 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം നൽകിയ പൊന്നും വെള്ളിയും വസ്ത്രങ്ങളും പരിമളവും വിഗ്രഹങ്ങൾക്ക് അവൾ അർപ്പിച്ചു. ദൈവം തന്ന മക്കളെ അവൾ വിഗ്രഹങ്ങൾക്ക് ബലിയായി നൽകി. 20-ാം വാക്യം, നീ എനിക്ക് പ്രസവിച്ച പുത്രന്മാരും പുത്രിമാരും എന്നുള്ളത് ശ്രദ്ധേയമാണ്. ദൈവം നമുക്ക് പുത്രിപുത്രന്മാരെ നൽകുന്നത് ദൈവത്തിനായി വളർത്തി വലുതാക്കാനാണ് എന്ന് നാം ഓർക്കണം. 31 മുതൽ 63 വരെയുള്ള അവസാന വാക്യങ്ങൾ യഹൂദർ ചുറ്റുമുള്ള അരാമ്യരുടെയും ഫിലിസ്ത്യരുടെയും ഇസ്രായേല്യരുടെയും മ്ലേച്ഛ വിഗ്രഹങ്ങളെ ഭജിച്ചതുകൊണ്ട് സൊദോമ്യരെക്കാൾ പാപികളായി. വടക്കേ രാജ്യമായ ശമരിയ തലസ്ഥാനമായ ഇസ്രായേൽ ശിക്ഷിക്കപ്പെട്ടത് കണ്ടിട്ടും യഹൂദ പഠിച്ചില്ല. അതുകൊണ്ട് മേൽപ്പറഞ്ഞ സകല ജാതികളാലും യഹൂദ പീഡിപ്പിക്കപ്പെടും. അവർ നിലവിളിക്കും, അപ്പോൾ ദൈവം കേട്ട് രക്ഷിക്കും, ക്ഷമിക്കും എന്ന് പറഞ്ഞ് ഈ അധ്യായം അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കാഴ്ച, കേൾവി, ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴില്, ബന്ധങ്ങള്, ഉപജീവന മാർഗങ്ങള്, വീട്, സൗകര്യങ്ങൾ, ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കി ദൈവഭക്തി ഉള്ളവരായിട്ട് ജീവിക്കാൻ നാം തയ്യാറാകുന്നതിന് പകരം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റെന്തിനു കൊടുത്താലും അത് വിഗ്രഹമാണ് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ദൈവഭക്തി ആണ് സകല മനുഷ്യരിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവപരിജ്ഞാനം നമുക്ക് തരുവാൻ, ദൈവസ്നേഹം നമുക്ക് തരുവാൻ ദൈവം മനുഷ്യനായി തീർന്ന കർത്താവായ യേശു ഒരു മനുഷ്യനെ പോലെ ഇവിടെ ജീവിച്ചു. നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ താൻ മനസ്സിലാക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ അവസാനം നമ്മുടെ നരകമേറ്റ് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സകല ദേവന്മാർക്കും അല്ലെങ്കിൽ സകല വിഗ്രഹങ്ങൾക്കും അതീതനായിട്ട് ജീവിക്കുന്നു. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും ആയിട്ട് സ്നേഹസമ്പന്നനായി ജീവിക്കുന്നു. ആ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ, യഥാർത്ഥ ഭക്തരാകുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.